ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ 16 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് 2 ബാലറ്റ് യൂണിറ്റുകൾ ഓരോ ബൂത്തിലും ഉപയോഗിക്കും. വയനാട്ടിൽ 3 നിയോജക മണ്ഡലങ്ങളിൽ 578 പോളിംഗ് സ്റ്റേഷനുകളിലാണ് നാളെ വോട്ടിംഗ് നടക്കുക. ചേലക്കര മണ്ഡലത്തിൽ 14 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുമുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള തയ്യാറെടുപ്പുകളുടെ വിവരങ്ങളുമായി വയനാട്ടിലെ വിവരങ്ങൾ നൽകാൻ ദീപക് മോഹനും ചേലക്കരയിലെ വിവരങ്ങൾ നൽകാൻ AK അഭിലാഷും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. എന്തായി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ബൂത്തുകളൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞോ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. വയനാട്ടിൽ പോളിംഗ് നാളെ നടക്കാനിരിക്കെ ഇന്ന് രാവിലെയാണ് SKMJ സ്കൂളിൽ സൂക്ഷിച്ചിട്ടുള്ള പോളിംഗ് സാമഗ്രികൾ കലക്ടറുടെ സാന്നിധ്യത്തിലാണ് തുറന്ന് പരിശോധിച്ചത്. അതിനുശേഷം പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ സാമഗ്രികൾ വിതരണം ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളത് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ എടവക ഗ്രാമപഞ്ചായത്തിലുള്ള കമ്മന ഗവൺമെൻറ് LP സ്കൂളിലാണ്. ഇവിടെ 2 പോളിംഗ് ബൂത്തുകളാണ് നിലവിൽ ഉള്ളത്. ഈ 2 പോളിംഗ് ബൂത്തുകളും ആയി 1400 വോട്ടർമാർ ഒരു പോളിംഗ് ബൂത്തിലും 97 നമ്പർ പോളിംഗ് ബൂത്തിലും 98 നമ്പർ പോളിംഗ് ബൂത്തിൽ 1304 പോളിംഗ് വോട്ടർമാരുമാണ് നിലവിൽ പോൾ ചെയ്യാനുള്ളത്. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ 173 പോളിംഗ് സ്റ്റേഷനും സുൽത്താൻ ബത്തേരിയിൽ 218 കൽപ്പറ്റയിൽ 187 പോളിംഗ് സ്റ്റേഷനുമാണ് നാളെ വോട്ടിംഗ് നടക്കുക. പ്രധാനമായും കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി തുടങ്ങിയ 3 നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയായി വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. രാവിലെയോടുകൂടി വോട്ടിംഗ് ആരംഭിക്കും. വയനാട് ജില്ലയിൽ പ്രധാനമായും 2 പോളിംഗ് സ്റ്റേഷനുകളാണ് അതീവ സുരക്ഷയുള്ള 2 സ്റ്റേഷനുകൾ. ഒപ്പം ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൂരൽമലയിലും ഒരു പോളിംഗ് സ്റ്റേഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ കമ്മന LP സ്കൂളിൽ പോളിംഗ് ബൂത്ത് സാമഗ്രികൾ എല്ലാം വിതരണം ചെയ്തു. ഇവിടെ ഇപ്പോൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. ഈ ഒരു പോളിംഗ് ബൂത്തിൽ 97 നമ്പർ ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 4 പോളിംഗ് ജീവനക്കാരുമാണ് ഉണ്ടാവുക. അതോടൊപ്പം തൊട്ടടുത്ത 98 നമ്പർ പോളിംഗ് ബൂത്തിൽ ഒരു പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസറും 3 ജീവനക്കാരും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നിലവിൽ അവസാനഘട്ട ഒരുക്കത്തിൽ തന്നെയാണ്. വയനാട്ടിൽ ഉദ്യോഗസ്ഥരൊക്കെ എത്തി, തയ്യാറെടുപ്പുകളൊക്കെ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അവർ ആ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചേലക്കരയിലേക്ക്